കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സഭയും രാഷ്ട്രീയ നേതാക്കളും തമ്മിലുള്ള ബന്ധം എപ്പോഴും സങ്കീർണമാണ്. എന്നാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ പാലാ ബിഷപ്പ് ഹൗസിൽ നിന്ന് ഉയരുന്ന പ്രതികരണങ്ങൾ കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് സഭയുടെ ആത്മാഭിമാനവും സ്വത്വവും സംരക്ഷിക്കാനുള്ള ഉറച്ച നിലപാടായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. PC ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും ആരോപണങ്ങൾക്ക് മറുപടിയുമായി ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട് നടത്തിയ പ്രസംഗം കേരളത്തിലെ സഭാ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുന്നു. സഭാ നേതൃത്വത്തെയും വൈദികരെയും പൊതുവേദിയിൽ അധിക്ഷേപിക്കുന്ന ശൈലി ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് ബിഷപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഭീഷണിയുടെ സ്വരം സഭയോട് വില പോകില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ രാഷ്ട്രീയക്കാർ നടത്തുന്ന ഇടപെടലുകൾക്കുള്ള കർശനമായ മുന്നറിയിപ്പാണ്. സഭ എപ്പോഴും മിണ്ടാപ്രാണികളായി ഇരിക്കുമെന്ന് ആരും കരുതേണ്ടതില്ലെന്നും ആവശ്യമുള്ളപ്പോൾ തങ്ങളുടെ വികാരം പ്രകടിപ്പിക്കാൻ സഭയ്ക്ക് മടി ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചാനലുകളിൽ കയ്യടി കിട്ടുന്നതിനായി സംസ്കാരശൂന്യമായ ഭാഷ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾക്ക് ചേർന്നതല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മതനേതാക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുന്നത് വിശ്വാസികളെ വേദനിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ ലാഭത്തിനായി സമുദായത്തെയും അതിന്റെ തലവന്മാരെയും കരുവാക്കുന്നത് അപകടകരമായ പ്രവണതയാണെന്നും ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. മെത്രാന്മാരും വൈദികരും എപ്പോഴും നിഷ്പക്ഷരായിരിക്കണമെന്ന വാദത്തെ ബിഷപ്പ് ശക്തമായി എതിർത്തു. ഒരു ജനാധിപത്യ രാജ്യത്ത് ഓരോ പൗരനും ഉള്ളതുപോലെ സഭാ നേതൃത്വമുള്ളവർക്കും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാം. അത് തുറന്നു പറയുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രഹസ്യമായി വോട്ട് ചോദിച്ചുവെന്ന ആരോപണങ്ങളെ ബിഷപ്പ് തള്ളിക്കളഞ്ഞു. വോട്ട് ചോദിക്കുന്നത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. അതിൽ ഒളിച്ചുകളിയുടെ ആവശ്യമില്ല. പരസ്യമായി തന്നെ വോട്ട് ചോദിക്കാനും തങ്ങളുടെ നിലപാടുകൾ വിശ്വാസികളെ അറിയിക്കാനും സഭയ്ക്ക് അവകാശമുണ്ട്. സഭ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുകയല്ല, മറിച്ച് ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി ഇടപെടുകയാണ് ചെയ്യുന്നത്. വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നത് സഭയുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സമുദായ അംഗങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെ സഭ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിൽ വളർന്നു കഴിഞ്ഞാൽ സ്വന്തം വേരുകളെ തള്ളിപ്പറയുന്ന രീതി ശരിയല്ല. ആയിരക്കണക്കിന് വൈദികരും ലക്ഷക്കണക്കിന് വിശ്വാസികളുമുള്ള ഈ വലിയ പ്രസ്ഥാനത്തെ മൂലക്കിരുത്താമെന്ന് ആരും സ്വപ്നം കാണേണ്ടതില്ല. സഭയുടെ പിന്തുണയോടെ രാഷ്ട്രീയത്തിൽ എത്തിയവർ തന്നെ സഭയെ അധിക്ഷേപിക്കുമ്പോൾ അത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം പറയാതെ പറഞ്ഞു. തങ്ങളെ പീഡിപ്പിക്കാൻ നോക്കേണ്ടെന്നും അത്തരമൊരു ചിന്ത ആർക്കും വേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സഭയിലെ വൈദികരും ബിഷപ്പുമാരും രാഷ്ട്രീയക്കാർക്ക് മുന്നിൽ വിധേയത്വം പുലർത്തുന്നവരല്ലെന്നും സഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിൽ തങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ബിഷപ്പ് വ്യക്തമാക്കി. സഭയുടെ മുഖപത്രമായ ദീപികയ്ക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ ബിഷപ്പ് നേരിട്ടത് വളരെ ഗൗരവത്തോടെയാണ്. ദീപിക സത്യം പറയുന്ന പത്രമാണെന്നും കത്തോലിക്ക സഭയുടെയും കർഷകരുടെയും ശബ്ദമാണെന്നും അദ്ദേഹം പറഞ്ഞു. പത്രത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നത് പത്രപ്രവർത്തനത്തോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. സഭയുടെ മാധ്യമങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർ സഭയുടെ ഐക്യത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. PC ജോർജ് ബിഷപ്പ് ഹൗസ് സന്ദർശിച്ചതിനു ശേഷം അവിടെ വെച്ച് നടത്തിയ പ്രസ് മീറ്റിലെ പരാമർശങ്ങൾ ബിഷപ്പിനെ വ്യക്തിപരമായി കൂടി പ്രകോപിപ്പിച്ചിട്ടുണ്ട്. മെത്രാന്മാർ താമസിക്കുന്ന മുറികൾക്ക് മുന്നിൽ നിന്നും എന്തും വിളിച്ചു പറയുന്ന രീതി സംസ്കാര സമ്പന്നമായ ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല. അതിഥികളെ സ്വീകരിക്കുന്ന സഭയുടെ വിശാല മനസ്കതയെ ദുരുപയോഗം ചെയ്യരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ പാലാ ബിഷപ്പിനെ പുകഴ്ത്താൻ ശ്രമിച്ച ജോർജിന്റെ തന്ത്രം ബിഷപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സഭയുടെ ഐക്യത്തെ തകർക്കാൻ ഒരാളെ പുകഴ്ത്തുകയും മറ്റൊരാളെ ഇകഴ്ത്തുകയും ചെയ്യുന്നത് വില പോകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചാനൽ ഭാഷ ഉപയോഗിച്ച് സഭയുടെ അന്തസ്സ് കെടുത്താൻ ശ്രമിക്കുന്നത് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നുമുണ്ട്. സഭാ നേതൃത്വം അപമാനിക്കപ്പെടുമ്പോൾ വിശ്വാസികൾ നിശബ്ദരായിരിക്കില്ല. രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ പ്രസംഗങ്ങളിലും സംവാദങ്ങളിലും മിതത്വം പാലിക്കണം. ആയിരക്കണക്കിന് ആളുകളെ നയിക്കുന്ന മെത്രാന്മാരെയും വൈദികരെയും കുറിച്ച് സംസാരിക്കുമ്പോൾ പുലർത്തേണ്ട സാമാന്യ മര്യാദ PC ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നതാണ് ബിഷപ്പിനെ ചൊടിപ്പിച്ചത്. പാലാ ബിഷപ്പിന്റെ പ്രതികരണം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തെയും അതിനുശേഷമുള്ള രാഷ്ട്രീയ നീക്കങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നതും നിർണായകമാണ്. സഭ തങ്ങളെ തള്ളിപ്പറയുന്ന നേതാക്കളെ തിരിച്ചറിയുന്നുവെന്ന സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. സമുദായ വോട്ടുകൾ നിർണായകമായ മണ്ഡലങ്ങളിൽ ഇത്തരം വാക്പോരുകൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. രാഷ്ട്രീയക്കാർക്ക് സഭ നൽകുന്ന വ്യക്തമായ സന്ദേശം ഇതാണ്: സഭയെ ഉപയോഗിക്കാം, പക്ഷേ സഭയെ അധിക്ഷേപിക്കരുത്. ഞങ്ങൾ നിശബ്ദരായിരിക്കില്ല. ഈ തർക്കം പാലാ, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ തുടങ്ങിയ മേഖലകളിലെ ക്രൈസ്തവ വോട്ടർമാരുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നതും ഉറപ്പാണ്. PC ജോർജിനെ പോലുള്ള മുതിർന്ന നേതാവിനെതിരെ ബിഷപ്പ് തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയത് സഭയും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ബന്ധത്തിലെ പുതിയൊരു വഴിത്തിരിവാണ്. സഭയുടെ ആത്മീയ അധികാരത്തെയും രാഷ്ട്രീയ സ്വാധീനത്തെയും ഒരുപോലെ ഉപയോഗിച്ചുകൊണ്ട് തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയ മാർ ജോസഫ് കല്ലറങ്ങാട് സഭയുടെ സംരക്ഷകൻ എന്ന നിലയിൽ തന്റെ കരുത്തൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്.